തൃശൂർ കോൺഗ്രസിൽ പ്രശ്നപരിഹാരത്തിനായി KPCC ഇടപെടൽ ശക്തമാക്കുമ്പോഴും കെ മുരളീധര പക്ഷം ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. പ്രശ്നപരിഹാര ശ്രമങ്ങളോട് സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ് മുരളീധര വിഭാഗം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നം പരിഹരിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. DCC പ്രസിഡന്റ്, UDF ചെയർമാൻ എന്നിവരുടെ രാജി, പരാജയം അന്വേഷിക്കാൻ 3 അംഗ സമിതി, സമാന്തരമായി ഒത്തുതീർപ്പ് ചർച്ചകൾ എല്ലാം നടന്നിട്ടും തൃശ്ശൂരിലെ കോൺഗ്രസിൽ ശാന്തത വരുന്നില്ല. പോസ്റ്റർ യുദ്ധവും വിഴുപ്പലക്കലും നിർബാധം തുടരുന്നു. പോസ്റ്റർ പതിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുതിയ DCC പ്രസിഡന്റ് ശ്രീകണ്ഠൻ പോസ്റ്റർ യുദ്ധം തുടർന്നപ്പോൾ ചുവടുമാറ്റി. കോൺഗ്രസുകാരെല്ലാം മറിച്ച് സാമൂഹ്യ വിരുദ്ധരാണ് പോസ്റ്റർ പതിച്ചതെന്നായിരുന്നു പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മറ്റാരെങ്കിലും ഈ ഒരു സാഹചര്യം മുതലെടുക്കുകയായിരിക്കും. എന്തായാലും പരിശോധിക്കും. തൃശ്ശൂരിലേത് വ്യക്തിഗത ഗ്രൂപ്പുകൾ തമ്മിലെന്നതാണ് പ്രധാന പ്രതിസന്ധി. TN പ്രതാപൻ, MP വിൻസെന്റ്, അനിൽ അക്കര, ജോസ് വള്ളൂർ എന്നിവർക്കെതിരെയാണ് പ്രധാന പടയൊരുക്കം. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സ്ഥിതി സങ്കീർണമാവും. റിപ്പോർട്ടർ, തൃശ്ശൂർ.